സോഫ്റ്റായ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാം. 3 കപ്പ് ഇഡ്ഡലി റൈസ്, 1 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്, 1 കപ്പ് അവല്, 1/2 ടീസ്പൂൺ ഉലുവ ഒരുമിച്ച് തന്നെ 3 മണിക്കൂർ കുതിർത്ത് ഉപ്പ് കൂടെ ചേർത്ത് അരയ്ക്കാം. അധികം അരയാതെ ചെറിയ തരിതരിപ്പോടെ അരച്ച് 8 മണിക്കൂർ മാറ്റി വയ്ക്കാം. മാവിത ഇതുപോലെ പൊളിച്ച് വന്നിട്ടുണ്ടാവും. ഇനി അത് ഇഡ്ഡലി ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ഇഡ്ഡലി കിട്ടും. സാമ്പാറിനായി 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് കറിവേപ്പില പൊട്ടിച്ച് 10 ചുവന്നുള്ളി വഴറ്റാം. വെണ്ടയ്ക്ക, മത്തങ്ങ, ക്യാരറ്റ്, റാഡിഷ്, പൊട്ടറ്റോ, കത്തിരിക്ക അല്ലെങ്കിൽ ഏത് പച്ചക്കറിയാവാം. ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി ഈ സമയം സാമ്പാറിനുള്ള അരപ്പുണ്ടാക്കാം. 1 സ്പൂൺ മല്ലി, 1 സ്പൂൺ പച്ചരി, 1 സ്പൂൺ പരിപ്പ്, 1 സ്പൂൺ ഉഴുന്ന്, 1/2 സ്പൂൺ ഉലുവ, 1/4 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, 4 മുളക് ഇത്രയും വറുത്ത് 1/4 കപ്പ് തേങ്ങ ചൂടാക്കി അരപ്പ് ചേർത്ത് 1 കപ്പ് വേവിച്ച പരിപ്പ്, പുളിവെള്ളം തിളയ്ക്കുമ്പോൾ 1/2 സ്പൂൺ കായപ്പൊടിയും ചേർത്താൽ സാമ്പാർ റെഡി.